ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു വേദിക് വ്ലോഗ്സ്. ഈ ക്രിസ്മസ് ഹോളിഡേസിന് കുട്ടികളും ഫാമിലിയും ഒരുപോലെ കാത്തിരുന്ന രണ്ട് ചിത്രങ്ങളാണ്. ഒന്ന് ലാലേട്ടന്റെ ബറോസ്, മറ്റൊന്ന് മുഫാസ ദ ലയൺ കിങ്. ഇതിൽ മുഫാസ ഇന്നലെ ഇറങ്ങി. ഞാൻ ഇന്നലെ തന്നെ അത് കണ്ടു. ഇതൊരു സംഭവമാണ്. വിഷ്വൽ ട്രീറ്റ് അല്ലെങ്കിൽ വിഷ്വൽ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഇതാണ്. നമുക്കറിയാം, ഇത് 2019 ഇറങ്ങിയ ദ ലയൺ കിങ് എന്ന സിനിമയുടെ പ്രീക്വൽ ആണെന്ന്. ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ ഹിന്ദി വെർഷൻ മുഫാസയ്ക്ക് സൗണ്ട് നൽകിയിട്ടുള്ളത് സാക്ഷാൽ കിങ് ഷാരൂഖ് ഖാൻ ആണ്. ചിത്രത്തിൽ സിംബയ്ക്ക് സൗണ്ട് നൽകിയിട്ടുള്ളത് ഷാരൂഖ് ഖാന്റെ മകനായ ആര്യൻ ഖാനും യങ് മുഫാസയ്ക്ക് സൗണ്ട് നൽകിയിട്ടുള്ളത് ഷാരൂഖ് ഖാന്റെ ഇളയ മകൻ അബ്രാം ഖാനുമാണ്. മൃഗങ്ങൾ സംസാരിക്കുന്നു. അത് ഷാരൂഖ് ഖാന്റെ വോയിസിൽ കേൾക്കുന്ന ഫീൽ സൂപ്പർ ആണ്. ഈ സിനിമ എന്ന് പറയുന്നത് ഫാമിലി, ആ ഫാമിലി ബോണ്ടിങ്, ലവ്, ഫ്രണ്ട്ഷിപ്പ്, ബ്രദർഹുഡ്, ചതി, പ്രതികാരം, വിക്ടറി, ഇതിന്റെ ഒക്കെ ഒരു മനോഹരമായ ദൃശ്യാവിഷ്കാരമാണ്. ദ ലയൺ കിങ്ങിൽ സിംബയുടെ കഥയും മുഫാസയിൽ സിംബയുടെ അച്ഛനായ മുഫാസയുടെ കഥയുമാണ് പറയുന്നത്. മൃഗങ്ങളുടെ കഥയാണ് ഇത് എങ്കിലും അവർ തമ്മിലുള്ള ഇമോഷൻസ്, അവരുടെ ബോഡി ലാംഗ്വേജ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ് വളരെ നന്നായി അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ VFX ഗംഭീരമാണ്. എഡിറ്റിങ്ങിന് ഒരു പ്രത്യേക ഹാറ്റ്സ് ഓഫ്, അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് മ്യൂസിക് ആണ്. കഥാസന്ദർഭത്തിന് അനുയോജ്യമായ രീതിയിലാണ് പാട്ടുകൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. പാട്ടിലൂടെയാണ് മുഫാസ എന്ന സിംഹക്കുട്ടിയുടെ വളർച്ചയും കാണിക്കുന്നത്. സിംബയുടെ മകനായ കിയാരോയോട് റഫീഖി എന്ന കുരങ്ങൻ മുഫാസയുടെ കഥ പറയുന്നതായിട്ടാണ് ചിത്രം ആവിഷ്കരിച്ചിരിക്കുന്നത്. മുഫാസയും ടാക്കയും തമ്മിലുള്ള സഹോദര ബന്ധമാണ് ഇതിലെ ഒരു ഹൈലൈറ്റ്. മുഫാസ, ടാക്ക, റഫീഖി, സരാബി, സാസു ഇവരുടെ കോംബോ വളരെ നന്നായിട്ടുണ്ട്. ഫാമിലിയിലെ ഓരോ അംഗങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ്ങും ഓരോ അംഗങ്ങളെ നഷ്ടപ്പെടുമ്പോൾ ഉള്ള വേദനയും മിസ്സിങ്ങും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. എനിക്ക് ഈ സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടു. വിഷ്വലി സ്റ്റണ്ണിങ് ആയതുകൊണ്ട് തന്നെ 3Dയിൽ കാണുമ്പോൾ ഉള്ള എഫക്റ്റ് അതിഗംഭീരമാണ്. തിയേറ്റർ മസ്റ്റ് വാച്ച് ആയിട്ടുള്ള മൂവിയാണ് ഇത്. അപ്പോ എല്ലാവരും ഫാമിലിയായി പോയി മൂവി കാണുക. കണ്ടതിനു ശേഷം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി ഞാൻ 25-ാം തീയതി ബറോസ് കണ്ടിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചേരും. This is Vedic Nimal signing off. Bye bye.